ചെമ്പനിപ്പൂ സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ കമൻ്റായിട്ടും അതുപോലെ ഐക്കാർട്ടിലും കൊടുത്തേക്കാം കേട്ടോ. വർഷ, നിനക്ക് വെള്ളം വേണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവിടെ വെച്ചേക്കെന്ന് പറയണേ. നീ ഈ റൂമിൽ കംഫർട്ടബിൾ അല്ലേ? അതെ, ഞാൻ കംഫർട്ടബിൾ ആണ്. ഐ ഫീൽ വെരി കംഫർട്ടബിൾ. ഞാൻ നിന്റെ കൂടെ അല്ലേ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ശ്രീകാന്തിനെ വലിച്ച് ബെഡിലേക്ക് ഇടുവാണ് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളായി ഇപ്പോൾ റൂമിന്റെ പേരിലും. ഇത് കേട്ട ഉടനെ തന്നെ വർഷ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് തനിയെ നിൽക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. നമുക്ക് വേണ്ടിയിട്ട് ഒരു റൂമല്ല ഒരു വീട് തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രീകാന്തിന്റെ മുഖം വാടുന്നുണ്ട് കേട്ടോ. ഞാൻ ശ്രീകാന്തിനെ പോയിന്റ് ചെയ്ത് പറഞ്ഞതൊന്നുമല്ല, ചുമ്മാ പറഞ്ഞതാണ്. ജോയിന്റ് ഫാമിലി ആവുന്ന സമയത്ത് ഹാപ്പിനെസ് ഉണ്ടാവുന്നുള്ള കാര്യം നീ തന്നെയല്ലേ പറഞ്ഞത്? പക്ഷേ നമ്മൾ 2 ദിവസം ഇവിടെ നിന്നപ്പോഴേക്കും എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ജോയിന്റ് ഫാമിലി ആയിട്ട് നിൽക്കുന്നതും പ്രശ്നം തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ മറ്റാർക്കും നമ്മൾ ഇവിടെ നിൽക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. സച്ചിയേട്ടൻ മാത്രം എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിന്റെ ഏട്ടനുള്ള വീട്ടിൽ നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ വിചാരിച്ചു ഭയങ്കര ദേഷ്യക്കാരനാണ്, ദേഷ്യത്തിൽ സംസാരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയാണ്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര സാഡസ്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ള കാര്യം. ഒരാളെ റൂമിൽ നിൽക്കാൻ വേണ്ടി സമ്മതിക്കാതെ ആ റൂം പൂട്ടിയിട്ട് പോവാ എന്ന് പറയുന്നത് എന്ത് മോശമായിട്ടുള്ള ഒരാൾ ചെയ്യുന്ന കാര്യമാണ്. വർഷ, അങ്ങനെയൊന്നുമില്ല. ചെറുപ്പം മുതലേ ഏട്ടൻ എനിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിയോ? ഏട്ടൻ ഇപ്പൊ എന്നോട് ദേഷ്യത്തിലുള്ളത് അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രീകാന്ത്, നിനക്ക് ഇതുവരെ നിന്റെ ഏട്ടനെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അധികം വൈകാതെ നീ മനസ്സിലാക്കിക്കോളും എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചു നാൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കല്യാണം കഴിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച്. പക്ഷേ സിറ്റുവേഷൻ ഇങ്ങനെ ആയിപ്പോയി. എന്താ ലേറ്റ് ആയിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ ഏട്ടൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അങ്ങനെയല്ല, നമുക്ക് എല്ലാവരുടെയും സമ്മതം മേടിക്കായിരുന്നു. അതല്ലെങ്കിൽ കുറച്ച് ക്യാഷ് എങ്കിലും നമുക്ക് കയ്യിൽ വെക്കായിരുന്നു. ഒരു വീട് എന്റെ പേരിൽ എനിക്ക് വാങ്ങാൻ വേണ്ടി പറ്റുമായിരുന്നല്ലോ. ശ്രീകാന്ത് എന്താണ് ഇപ്പോൾ തനിയെ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? നീ എപ്പോഴും നിന്റെ ഫാമിലിയോട് കൂടെ നിൽക്കണോ എന്നല്ല ആഗ്രഹിച്ചത്. അത് ശരി തന്നെയാണ്. പക്ഷേ വീട്ടിൽ ഇത്രയും പ്രശ്നമായി. അച്ഛനും അമ്മയും ഇപ്പോൾ പുറത്താണ് കിടക്കുന്നത്. നിനക്കും ഇങ്ങനെ റൂം തരാത്തതിന്റെ പേരിൽ ഒരുപാട് ഇൻസൾട്ടിങ് ആയിട്ടുണ്ടാവുമല്ലേ? ഒന്നുമില്ല ശ്രീകാന്ത്, ടെൻഷൻ ആവണ്ട. എന്നെ കല്യാണം കഴിച്ചിട്ട് നീ കഷ്ടപ്പെടുകയല്ലേ? നിന്റെ അച്ഛനും അമ്മയും നിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടതായിരുന്നു എങ്കിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടല്ലേ നിന്നെ കല്യാണം കഴിപ്പിച്ച് വിടുക. നീയും സുഖമായിട്ടിരുന്നേനെ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത്, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇപ്പൊ സുഖമായിട്ടല്ല ഞാൻ ഇരിക്കുന്നത് എന്നുള്ള കാര്യം. എന്റെ അച്ഛൻ എങ്ങനത്തെ ഒരു പയ്യനാണ് എനിക്ക് കണ്ടെത്തിയെന്നുള്ള കാര്യം നിനക്കറിയില്ലേ? ഞാൻ അവനൊരു ജോക്കറാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവൻ ശരിക്കും ഒരു മെന്റലാണ്. അതുകൊണ്ടല്ല ഈ വീട്ടിൽ തന്നെ നമ്മൾ റൂം മാറി മാറി പോവാണ്. ഈ വീട്ടിലെ പയ്യനായിട്ട് പോലും എനിക്ക് ഭയങ്കര കഷ്ടമാണ് തോന്നുന്നത്. അപ്പോ നിന്റെ അവസ്ഥയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വർഷ ചിരിച്ചും കൊണ്ട് നമ്മുടെ ശ്രീകാന്തിന്റെ തോളിൽ കൈയിടാണ്. ശ്രീകാന്ത് എന്തിനിങ്ങനെ ഫീൽ ചെയ്യുന്നത്? എനിക്ക് ഒരു കഷ്ടപ്പാടുമില്ല. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഞാൻ ശ്രീകാന്തിന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചും കൊണ്ടല്ലേ കല്യാണം കഴിച്ചത്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യമല്ല പ്രധാനം. നമുക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ലൈഫ് ജീവിക്കണം, അതാണ് പ്രധാനം. അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച് കല്യാണം കഴിച്ചതാണ്, അതെനിക്ക് കിട്ടുകയും ചെയ്തു. നിനക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയല്ലേ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുകയാണേ. എനിക്ക് ഒരു പ്രശ്നവുമില്ല, നിന്റെ കൂടെ ഞാൻ സന്തോഷമായിട്ടായിരിക്കുന്നത്. ലൈഫിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്നാ ഇപ്പൊ നമ്മൾ ഈ റൂമിൽ ഇരിക്കുകയാണ്. ജീവൻ പോകുന്ന സമയത്ത് നമ്മൾ എവിടെ ഉണ്ടാവുക എന്നുള്ള കാര്യം നമുക്കറിയില്ല. സിറ്റുവേഷൻ എപ്പോൾ വേണമെങ്കിലും മാറാം. സോ വെറുതെ ഓരോന്ന് ആലോചിച്ചിട്ട് വെറുതെ കൺഫ്യൂഷൻ ആവണ്ട. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ഈ മൊമെന്റ്സ് ചെറിഷ് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട എന്ന് പറയുകയാണേ. നീ എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് താങ്ക്സ് വർഷ. നീ എനിക്ക് വേണ്ടിയിട്ടാണ് ഈ വീട്ടിലേക്ക് വന്നത്. ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ട് നീ ദേഷ്യപ്പെടുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ നീ ഇത് കാഷ്വൽ ആയിട്ട് എടുത്തു. ഞാൻ നിന്റെ കൂടെയല്ലേ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയാന്നുള്ള കാര്യം ഒരു പ്രശ്നമേ അല്ല. ആസ് ലോങ് ആസ് വിത്ത് മീ ഐ എം ഓൾവേസ് വിൽ ബി ഹാപ്പി. സോ ഡോണ്ട് വറി, സ്മൈൽ പ്ലീസ് എന്നൊക്കെ പറയാണ് കേട്ടോ നമ്മുടെ വർഷ. അങ്ങനെ അവര് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. തുടർന്ന് കാണിക്കുന്നത് സച്ചി റൂമിലേക്ക് വരുവാണ് കേട്ടോ. അച്ഛനും ഉറങ്ങിയോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും ഇപ്പൊ കിടന്നേ ഉള്ളൂ എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട്. അല്ല, പാ വിരിച്ചിട്ടുണ്ടല്ലോ, അതിന് മേലെ നീ എന്തിനാ കവർ വിരിക്കുന്ന എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ തറയൊക്കെ നല്ല ചില്ലായിട്ടല്ലേ ഉള്ളത്. അതെ, നല്ല തണുപ്പുണ്ട്. ഈ അവസ്ഥയിലാണ് അച്ഛൻ താഴെ കിടക്ക എന്ന് പറഞ്ഞത്. എന്തായാലും കട്ടിലെടുത്ത് പുറത്തിട്ടത് നന്നായി. അച്ഛൻ പുറത്തായതിനെ കുറിച്ചാണോ സച്ചേട്ടൻ പറഞ്ഞു വരുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ, 3 മക്കളുണ്ട്. പക്ഷേ അച്ഛൻ ഇപ്പോഴും പുറത്താണ് കിടക്കുന്നത്. മക്കളെ പെറ്റ് കഴിഞ്ഞാൽ കണ്ണീര് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കമൽഹാസൻ പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ്, എനിക്ക് അച്ഛന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. എനിക്കും ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, അച്ഛൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കില്ലല്ലോ.
ഹോളൊക്കെ നല്ല ക്ലീൻ ആയിട്ടല്ലേ ഉള്ളത്, അച്ഛന് ഡസ്റ്റ് അലർജി ആവും എന്നുള്ള കാര്യത്തെക്കുറിച്ച് സച്ചി പറയുമ്പോൾ വൈകുന്നേരം ഞാൻ എല്ലാം അടുക്കി പെറുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണേ. ഈ റൂമിൽ വന്ന് കിടക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കേൾക്കില്ല. എല്ലാത്തിനും കാരണം ആ അമ്മയാണ്. ആ ശ്രീകാന്തിന് റൂം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഇപ്പൊ കണ്ടില്ലേ, അവര് തന്നെ പുറത്തു വന്ന് കിടന്നുറങ്ങുന്നത്. ഇങ്ങനെ നടക്കുന്നു ഒരിക്കലും അമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ കണ്ടില്ലേ, ശ്രീകാന്ത് ഒരു മടിയുമില്ലാതെ അവിടെ ഉള്ളിൽ പോയി കിടക്കുന്നത് എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അവനും അത് വേണ്ട എന്ന് തന്നെയല്ലേ പറഞ്ഞത്. പക്ഷെ അവന്റെ ഭാര്യ മിണ്ടാതെ നിന്നില്ലേ. ഇപ്പൊ നോക്ക്, അച്ഛനും അമ്മയ്ക്ക് റൂം പോയി, നമ്മള് പായ കിടക്കേണ്ട അവസ്ഥയായി. എനിക്ക് കുഴപ്പമില്ല, കാറിലൊക്കെ കിടന്നുറങ്ങുന്ന ഞാനിപ്പം താഴെ കിടന്നാലും എനിക്ക് ഉറക്കം വരും. പക്ഷേ നീ താഴെ കിടക്കണ്ടേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് എന്ത് പ്രശ്നമാണ്? അത് ശരിയാ, നീ നിന്റെ വീട്ടില് പണ്ട് താഴെയാണല്ലോ കിടന്നത്, ഞാൻ നീ എന്തോ വലിയ സപ്രപഞ്ചത്ത് കിടക്കുന്നത് പോലെ പറഞ്ഞുപോയി. ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ടേ. ഞാൻ നിന്നെ കുറ്റം പറയുന്ന രീതി സംസാരിച്ചതല്ല, ശീലമായി എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാറക്കലിന്റെ മേലെ കിടന്നിട്ടാണെങ്കിലും ഉറക്കം വരും. പക്ഷെ അച്ഛനത് പറ്റില്ലല്ലോ. റിട്ടയർഡ് ആയിട്ട് സമാധാനത്തോട് കൂടിയിട്ട് വീട്ടില് റെസ്റ്റ് എടുക്കുക എന്ന് വിചാരിച്ച മനുഷ്യനെ ഈ അവസ്ഥയിലാക്കി വെച്ചു. ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണം സച്ചിയേട്ടനാണ്. ഞാനൊന്ന് സച്ചി ചോദിക്കുമ്പോൾ അതെ, സച്ചിയേട്ടൻ റൂം പൂട്ടാതെ പോയിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നമാവുമായിരുന്നു. അമ്മ 2 ദിവസത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഏർപ്പാട് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞതല്ലേ. ഇത് കേട്ട ഉടനെ തന്നെ നീ അങ്ങ് വിശ്വസിച്ചു അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് സച്ചി. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ, പുതിയ റൂം കെട്ടാൻ വേണ്ടി പോകുന്നുണ്ടോ? നിനക്ക് ഇതുവരെ അമ്മയെ മനസ്സിലായിട്ടില്ല. ആദ്യം 2 ദിവസം എന്ന് പറയും, പിന്നെ അത് 2 ആഴ്ചയാവും, പിന്നെ അത് 2 വർഷമാവും, 2 മാസമാവും, അങ്ങനെ നീണ്ടു പോകുന്നു പറയണേ. അങ്ങനെ നിരന്തരമായിട്ട് ഇവിടെ തന്നെ കിടത്തും. നീ പിന്നെ ഹാളിലും ഞാന് മുകളിലും കിടക്കേണ്ട അവസ്ഥയാവും. താഴെയുള്ള ബാത്റൂമിൽ പോയിട്ട് കുളിച്ചിട്ടും വരേണ്ടി വരും. അതാണ് അവർ പ്ലാൻ ചെയ്തത്. അത് നിനക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അച്ഛനും അമ്മയും പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം സച്ചിയേട്ടനാന്നുള്ള കാര്യം എല്ലാവരും പറയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. സച്ചിയേട്ടാ, ഇവിടെ മറ്റുള്ളവരുടെ ഇടയിലല്ലേ നമ്മളും ജീവിക്കുന്നത്. റൂം പൂട്ടിയതും സച്ചിയേട്ടനാണ്, എന്നാൽ അച്ഛന് വേണ്ടിയിട്ട് കട്ടിലെടുത്ത് പുറത്തിട്ടതും സച്ചിയേട്ടനാണ്. സച്ചിയേട്ടൻ ചെയ്യുന്ന മോശപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എല്ലാവരും പുറത്ത് പറയുള്ളൂ. എന്നാൽ സച്ചിയേട്ടൻ ചെയ്യുന്ന നല്ല കാര്യം ആരും മനസ്സിലാക്കില്ല. മറ്റുള്ളവർ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവർ നമ്മളെ പുകഴ്ത്തണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ലത് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതൊന്നും എനിക്ക് ആവശ്യമില്ല. സച്ചിയേട്ടനെ കുറിച്ച് 4 ആൾക്കാർ നല്ലത് പറയണം കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? സച്ചിയേട്ടന്റെ ദേഷ്യവും അതുപോലെ കുടിയുമാണ് മറ്റുള്ളവരുടെ മുമ്പില് സച്ചിയേട്ടന്റെ നല്ല കാര്യങ്ങള് തെളിയാതെ വരുന്നത്. ദേഷ്യം ഇല്ലാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സച്ചിയേട്ടൻ വലിയ മഹാനായിട്ട് മാറും. എനിക്ക് വലിയ മഹാനൊന്നും ആവണ്ട, സാധാരണ മനുഷ്യനായിട്ട് നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കിടക്കുവാണേ. രാവിലെ എനിക്ക് ട്രിപ്പുണ്ട്, ഞാൻ ഉറങ്ങട്ടെ, നീ എണീപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സച്ചി കിടക്കുന്നത്. തുടർന്ന് കാണിക്കുന്നത് വർഷ റൂമിലേക്ക് വരികയാണ് കേട്ടോ. ആ സമയത്ത് ശ്രീകാന്ത് നല്ല ഉറക്കമാണ്. ശ്രീകാന്ത് എന്ന് പറഞ്ഞ് വിളിച്ചെണീപ്പിക്കും. പേടിച്ചിട്ട് എണീക്കാണേ. ശ്രീകാന്ത്, ഇത് ഞാനാണ് വർഷ, നീ എന്റെ കൂടെ വാ എന്നുള്ള കാര്യം പറയുമ്പോൾ മിഡ് നൈറ്റില് നീ എങ്ങോട്ട് വരാനായി പറയുന്നത്? വരാനല്ലേ പറഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞിട്ട് പിടിച്ചു വലിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. അങ്ങനെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് കേട്ടോ. ഇപ്പൊ നീ എന്തിനാ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോവാണേ. മുകളിൽ കൊണ്ടുപോയിട്ട് ടെന്റ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. എന്താ വർഷം ഇതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ടെന്റ് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? എന്താ വർഷം ഇതെപ്പോ വാങ്ങി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ എന്റെ അടുത്ത് ചോദിച്ചില്ലായിരുന്നോ തനിയെ പോയിട്ട് എന്താ മേടിക്കുന്നത് എന്നുള്ള കാര്യം? അപ്പൊ വാങ്ങിയതാന്ന് പറയുന്നുണ്ടേ. സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, ഒന്ന് ക്ഷമിച്ചേക്കണം എല്ലാവരും. തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തിനാ ടെന്റ് മേടിച്ചത് എന്നുള്ള കാര്യം. അത് നീ വന്നിട്ട് പറഞ്ഞില്ലേ നിന്റെ ഏട്ടൻ റൂം പൂട്ടിയിട്ട് പോയി എന്നുള്ള കാര്യം. തിരികെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റൂം ഉണ്ടാവോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പോ ഇത് മേടിക്കാന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചതാണ്. നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്തിന് ഭയങ്കരമായിട്ട് സന്തോഷവും സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്താന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോൾ വർഷ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ ശ്രീകാന്ത്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല വർഷ. ഈ വിഷയം അറിഞ്ഞു കഴിഞ്ഞാൽ നീ എന്ത് പറയുന്നു അറിയില്ലായിരുന്നു. ഈ വീട് വിട്ടിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോകുമോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും പറയാനെന്ന് ഞാൻ വിചാരിച്ചത്. ഏത് പെണ്ണാണെങ്കിലും അങ്ങനെ പറയുണ്ടായിരുന്നുള്ളൂ. ഞാനും അങ്ങനെ പറയണമെന്നൊക്കെ തന്നെയാ വിചാരിച്ചത്. പക്ഷെ നീ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിന്റെ ഫാമിലിയോടൊപ്പം നിൽക്കണോ എന്നല്ലേ? നിനക്ക് ഇവിടെ നിൽക്കണമെന്നല്ലേ ആഗ്രഹം? എനിക്കാണെങ്കിൽ നിന്റെ കൂടെ ഇരുന്നാൽ മാത്രം മതി. ഈ ടെന്റ് എനിക്ക് പാലസ് പോലെയാണെന്ന് പറയണേ. അങ്ങനെ 2 പേരും കൂടി ടെന്റിനുള്ളിൽ കയറുവാണ്. ഇത് നന്നായിട്ടുണ്ട്, പക്ഷെ നമുക്ക് റൂമില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ, പക്ഷെ ഇന്ന് നിന്റെ കൂടെ ഞാൻ ഇവിടെ തങ്ങണം എന്നാ വിചാരിച്ചത്. ഇതും നന്നായിട്ടില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയാണേ. പുറത്ത് നല്ല ചില്ലായിട്ടുള്ള ക്ലൈമറ്റ് ആണ്, ഒരു സൗണ്ടും ഇല്ല. ലൈറ്റ് ഹൗസിൽ നിന്ന് വരുന്ന വെളിച്ചം പോലെ നിലാവ് നമുക്ക് വെളിച്ചം തരുന്നുണ്ട്. നിന്റെ തോളിൽ ചാഞ്ഞ് ഞാൻ ലൈഫ് ലോങ് ഇങ്ങനെ തന്നെ ജീവിക്കും. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്തും പറയുന്നുണ്ട്, എനിക്ക് നിന്റെ കൂടെ ഇരുന്നാൽ മാത്രം മതി വർഷേ. നീ എന്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ വലിയ ഗിഫ്റ്റ് ആണ്. യു ആർ ദ ലൈറ്റ് ഓഫ് മൈ ലൈഫ്.
എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ആ ടെന്റിനുള്ളിൽ തന്നെ കിടന്നുറങ്ങുകയാണ് കേട്ടോ. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ രേവതി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നീ കാപ്പി ഉണ്ടാക്കിയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. 10 മിനിറ്റ് വന്ന് ചോദിച്ചപ്പോഴും നീ ഉണ്ടാക്കുകയാണെന്നാണല്ലോ പറഞ്ഞത്. അതിനമ്മേ ഞാനിവിടെ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ആർക്ക് എടുത്തിട്ട് പോവാനാ എന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു. ഇതാ എടുത്തിട്ട് പോയിക്കോളാൻ വേണ്ടി പറയാണ്. എന്താടി നിന്റെ വായ്ക്കൊരു നീട്ടം കൂടുതൽ? ഇല്ലല്ലോ, അതേ വായ തന്നെയാണല്ലോ. നീ സംസാരിക്കുമല്ലോ. നിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ അപ്പാടെ അത് നിന്റെ ഭർത്താവിന്റെ കൈ കൊണ്ട് കൊടുക്കും. അവൻ നട വീട്ടിൽ വന്നിട്ട് താണ്ഡവമാടും. എത്ര നാള് ഇങ്ങനെ പോകുന്നു നോക്കായെന്ന് പറയണേ. അപ്പോഴേക്കും ചായ 2 ഗ്ലാസ്സിൽ ഒഴിച്ചു വെക്കുന്നുണ്ട്. ഇങ്ങോട്ട് താ. പിന്നെ വർഷ രാവിലെ എങ്ങോട്ടെങ്കിലും പോകുന്നുള്ള കാര്യം നിന്റെ അടുത്ത് പറഞ്ഞായിരുന്നോ? എന്താ അമ്മേ, നൈറ്റ് അമ്മയുടെ അടുത്തൊന്നും പറഞ്ഞില്ലെന്ന് നൈസായിട്ട് കൊടുക്കാണ് കേട്ടോ നമ്മുടെ രേവതി. എന്താടി കളിയാക്കുവാണോ? നിന്നെ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് കാപ്പിയുമായിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ. അങ്ങനെ ചായയായിട്ട് പോകുന്ന സമയത്ത് ശ്രുതി അത് കാണുകയാണ് കേട്ടോ. എന്താ അമ്മേ, ശ്രുതി നേരത്തെ എണീറ്റോ എന്നുള്ള കാര്യം ചോദിക്കണേ. ഇത് അവൾക്കല്ല, അവൾക്കുള്ളത് രേവതി എടുത്തിട്ട് വരും. ഇത് വർഷയ്ക്കുള്ളതാണ്. അവള് രാവിലെ നേരത്തെ എണീറ്റിട്ട് ജോലിക്ക് പോകാനുള്ളതല്ലേ. അല്ല, നീ എങ്ങോട്ടാ പോകുന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞാൻ എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോവാണമ്മേ. എന്ത് ചെയ്തിട്ടും എന്താ പ്രയോജനം? പാർക്കിൽ പോയി കിടന്നുറങ്ങാനല്ലേ പോകുന്നത്. അമ്മ മെല്ലെ പറ, ആരെങ്കിലും കേൾക്കുമെന്ന് പറയുകയാണെ നമ്മുടെ സുധി. ശരി, കോഫി എടുത്തിട്ട് അമ്മ മേലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് സുധി അവിടുന്ന് പോവാണേ. ഇവറ്റിങ്ങൾ എണീറ്റോ ഇല്ല എന്നുള്ള കാര്യം അറിയില്ലല്ലോ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കോഫി അവിടെ ടേബിളിന്റെ മേലെ വെക്കുകയാണ്. എന്നിട്ട് ശ്രീകാന്തിനെയും വർഷയും ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി താഴെ നിന്ന്. അതേസമയം സുധി മുകളിലേക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണല്ലോ. അപ്പോ അവിടെ ടെന്റ് കാണും കേട്ടോ. അയ്യോ, ഇവിടെ എന്താ ദൈവമേ, ടെന്റ് അടിച്ചിട്ടാണോ ആൾക്കാർ കൊള്ളയടിക്കാൻ വേണ്ടി വരുന്നത്? താഴെ പോയിട്ട് എല്ലാവരും വിളിച്ചോണ്ട് വരാ എന്ന് പറഞ്ഞിട്ട് സുധി താഴേക്ക് പോവാണ്. അപ്പോഴേക്കും വർഷ എണീറ്റിട്ട് ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഷെഫ്, മോർണിംഗ് ആയി എന്നുള്ള കാര്യം പറയാണ്. നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ശ്രീകാന്ത് എണീക്കുന്നത്. ടെന്റിലായിരിക്കുന്നതെന്നുള്ള കാര്യമൊന്നും ഓർമ്മയില്ല, പക്ഷെ നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടി പറ്റി. ടൈം ആയോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും റൂമിന്റെ ഡോർ തുറന്നെടുക്കുന്നത് കണ്ടിട്ട് താഴെ ചന്ദ്രമതി റൂമിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. പക്ഷെ അവരവിടെ കാണുന്നില്ല. തുറന്ന് പുറത്തേക്ക് തന്നെ വരികയാണ്. അപ്പോഴേക്കും സുധി അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട്. അമ്മയെന്ന് പേടിച്ചിട്ടാണ് കേട്ടോ വിളിച്ചു വരുന്നത്. എന്താടാ പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മയെ മുകളിൽ ടെറസിൽ ആരൊക്കെ ഉണ്ട്, മേലെ ആരാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് രവിയും വരുന്നുണ്ട്. മുകളിൽ ടെറസിൽ വെച്ച ആരോ ടെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ടെന്റോ? എന്താണ് നീ പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ അച്ഛ, മുകളിൽ ആരോ ടെന്റ് കെട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും ശ്രുതിയും അതുപോലെ തന്നെ നമ്മുടെ രേവതിയൊക്കെ വരുന്നുണ്ട്. ടെന്റോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ ശ്രുതി, ആ ടെന്റിനുള്ളിൽ ആരോ ഉണ്ടെന്നാണ് തോന്നുന്നത്. ശ്രുതി ശരിക്കും നോക്കിയായിരുന്നോ? തുണി എന്തെങ്കിലും വീണ് കിടക്കുവാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല, ഈ ക്യാമ്പിനൊക്കെ പോകുന്ന സമയത്ത് ടെന്റ് കിട്ടില്ലേ, ആ ടെന്റാണ്. ആരാടാ നമ്മുടെ ടെറസിന്റെ മുകളിൽ വന്നിട്ട് ടെന്റ് ഉണ്ടാക്കിയത്? എന്താടാ കണ്ടന്മാരെ ഇപ്പോൾ ടെന്റൊക്കെ കെട്ടിയിട്ടാണോ വീട്ടിൽ മോഷ്ടിക്കാൻ വേണ്ടി വരുന്നത്? ശ്രീകാന്തിനെയും വർഷയും കാണുന്നുമില്ല, എനിക്കെന്തോ പേടിയാവുന്നുണ്ടെന്നൊക്കെ പറയണേ ചന്ദ്രമതി. നിക്ക് നമുക്ക് നോക്കാം. ഈ ടെന്റിന്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നീ നോക്കിയായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ, അവരിനി വലിയ കത്തിയോ കടാരയോ കയ്യിൽ വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ. രേവതി, നീ സച്ചിയെ വിളിച്ചിട്ട് എന്താണെന്നുള്ള കാര്യം നോക്കാൻ വേണ്ടി പറയാനുണ്ടോ രവി? അച്ഛാ, സച്ചിയേട്ടൻ രാവിലെ തന്നെ ഒരു ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. എങ്കിൽ ഞാൻ തന്നെ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് രവി പോകുമ്പോഴേക്കും അയ്യോ തനിയെ പോവല്ലേ ശ്രുതി, നീ പോലീസിനെ വിളിക്കുക എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോൾ രവി പറയുന്നുണ്ട് ആരും ധൃതി വയ്ക്കല്ലേ, എന്താന്നുള്ള കാര്യം ആദ്യം നോക്കാം. ആദ്യം നമുക്ക് തന്നെ നോക്കാം എന്താണെന്നുള്ള കാര്യം. ശരി അച്ഛാ, ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് രേവതിയും കൂടെ ചെല്ലുകയാണ്. അങ്ങനെ രേവതിയും രവിയും അങ്ങോട്ട് പോകുന്നുണ്ട്. എന്താണ് നോക്കി നിൽക്കുന്നത്, വാ നമുക്കും പോയെന്നുള്ള കാര്യം ചന്ദ്രമതി സുധീരുടെ അടുത്ത് പറയുമ്പോൾ വേണ്ടമ്മേ, അവർ പോയി നോക്കിയിട്ട് വരട്ടെ എന്താന്നുള്ള കാര്യം, എന്നിട്ട് നമുക്ക് പോകാം. ഓ എന്റെ പൊന്നെ, ഒന്ന് മാറി നിൽക്കട എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി പോവാണേ. വാ സുധി, നമുക്കും പോയി നോക്കാം എന്നുള്ള കാര്യം പറയുമ്പോൾ വേണ്ട ശ്രുതി, നമുക്കിവിടെ സേഫായിട്ട് നിൽക്കാം എന്ന് പറയണേ. നിന്റെ അച്ഛനും അമ്മയും തനിയെ അവിടെ പോയി നോക്കുന്ന സമയത്ത് നീ വാ സുധി എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണ് കേട്ടോ ശ്രുതി. അപ്പോഴേക്കും അവർ ടെന്റിന്റെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. രേവതി പറയുന്നുണ്ട് അതേ അച്ഛ, ഇതാ അവര് പറഞ്ഞതുപോലെ തന്നെ ആരോ ടെന്റ് കെട്ടിയിട്ടുണ്ട്. നമ്മള് നേരിട്ട് പോകണ്ട, എന്തായാലും നമ്മളും കുറച്ച് കരുതലോട് കൂടി തന്നെ അവരുടെ അടുത്തേക്ക് പോകണം. കണ്ടിട്ട് എല്ലാ ദിവസവും ഇവിടെ വന്ന് കിടക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന് ചന്ദ്രമതി പറയുമ്പോൾ ടെന്റിനുള്ളിൽ നിന്ന് വർഷയും പറയുന്നുണ്ട് നമുക്ക് എന്നും ഇവിടെ വന്ന് കിടക്കാവില്ലെന്നുള്ള കാര്യത്തെ കുറിച്ച്. അങ്ങനെ വർഷയുടെ ശബ്ദം കേൾക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ആന്റി, ഉള്ളിൽ നിന്ന് പെണ്ണിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന്. അയ്യോ, അവരിവിടെ കുടുംബം നടത്തുന്നത് പോലെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം ചന്ദ്രമതി പറയണേ. ശ്രുതി, നീ എന്തായാലും പോയി നോക്ക് എന്നുള്ള കാര്യം അച്ഛൻ പറയുന്ന സമയത്ത് അയ്യോ എനിക്ക് ഇച്ചിരി പേടിയാന്നുള്ള കാര്യം പറഞ്ഞ് വലിയാണേ. ഓ നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശ്രുതി, നീ ഒന്ന് പോയി നോക്കി എന്നുള്ള കാര്യം പറയുമ്പോൾ ശ്രുതി കുറച്ച് നടന്നിട്ട് ഉള്ളിൽ വല്ല റൗഡികളോ ആണെങ്കിലോ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് ഞാൻ പോയി നോക്കാം എന്ന്. പക്ഷെ ചന്ദ്രമതി തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ. നിക്ക് എല്ലാവരും കയ്യിൽ എന്തെങ്കിലും എടുത്തിട്ട് പോകണം, എല്ലാവരും വാ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ കൈ കിട്ടിയ സാധനങ്ങളൊക്കെ എടുക്കുവാണ്. ങ്ങളൊക്കെ എടുത്തിട്ട് ടെന്റിന് ചുറ്റും എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ആരാടാ ഉള്ളിൽ എന്നുള്ള കാര്യം രവി ചോദിക്കുകയാണ്. ആ കറക്റ്റ് സമയത്ത് അവർ അടിക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിലും പക്ഷെ രണ്ടുപേരും പുറത്തേക്ക് ഞങ്ങളാ എന്ന് പറഞ്ഞിട്ട് വരുവാണ് കേട്ടോ. അയ്യോ നിങ്ങളായിരുന്നോ ആന്റി, ഇതിനകത്ത് വർഷയും ശ്രീകാന്തുമാണ്.
അങ്ങനെ താഴെ എത്തിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത്. എന്താ ശ്രീകാന്ത് ഇത്, നിങ്ങൾ എന്തിനാ ടെറസിൽ പോയി കിടന്നത്? ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് അച്ഛ പോയത്. ഉറങ്ങാനോ? അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങൾക്ക് റൂം തന്നത്? റൂം വിട്ടിട്ട് നിങ്ങൾ എന്തിനാ പോയിട്ട് മേലെ പെടുത്ത് ഉറങ്ങിയത്? അത് ആന്റി, ഞങ്ങൾ ഇന്നലെ ഒരു ടെന്റ് മേടിച്ചായിരുന്നു. എന്തിനെന്ന് ശ്രുതി ചോദിക്കുന്ന സമയത്ത് ഇന്നലെ സച്ചേട്ടൻ റൂം പൂട്ടിയിട്ട് പോയില്ലേ, അതിന് അങ്കിള് നിങ്ങൾക്ക് റൂം തന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷമാണല്ലോ അറിഞ്ഞത്. ഒരുപക്ഷെ ഞങ്ങൾക്ക് ഈ വീട്ടിൽ തങ്ങാൻ വേണ്ടിയിട്ട് ഇടമില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യം വിചാരിച്ചിട്ടാണ് ആ ടെന്റ് മേടിച്ചിട്ട് വന്നത്. ഞങ്ങൾ NCC ക്യാമ്പിനൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലത്തെ ടെന്റിലാണ് സ്റ്റേ ചെയ്യുക, നല്ലതായിരിക്കും ആന്റി എന്നുള്ള കാര്യം പറയും എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ ഉറങ്ങണം എന്നാണോ പറയുന്നത്? നിങ്ങൾ എന്താ കാട്ടിലാണോ ഉള്ളത്? ആന്റി, ഇന്നലെ നൈറ്റിൽ അതിൽ ഉറങ്ങണമെന്ന് ഞാൻ മെന്റലി പ്രിപ്പയർഡ് ആയിരുന്നു. എനിക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാതെ എനിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ടാണ് ഞാൻ ശ്രീകാന്തിനെയും കൂട്ടിയിട്ട് ഇന്നലെ നൈറ്റ് തന്നെ അവിടെ പോയി കിടന്നുറങ്ങിയത്. ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. തുടർന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്, അല്ലാച്ച അവൾ ആഗ്രഹിച്ചു പോയി, അതുകൊണ്ടാണ്. എടാ, വീട്ടിൽ ഇത്രയും പ്രശ്നമായിട്ട് ഞങ്ങളുടെ റൂം നിനക്ക് തന്നിട്ട് പിന്നെ നീ ഇങ്ങനെ ചെയ്യുന്നു. ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ വിചാരിക്കുക? രവി പുതിയതായിട്ട് വന്ന മരുമകളെ മുകളിൽ കിടത്തി എന്നുള്ള കാര്യത്തെക്കുറിച്ചല്ലേ പറയാ. ഇത് കേൾക്കുമ്പോൾ വർഷം വയ്ക്കുന്നുണ്ട്. അവര് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ അങ്കിൾ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ പോയി കിടന്നുറങ്ങി. തുടർന്ന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ഇങ്ങനെ സച്ചി പൂട്ടിയിട്ട് പോയെന്ന് കരുതിയിട്ട് നീ അപ്പം തന്നെ അത് മേടിച്ചിട്ട് വരികയാണ്? അവൻ പറയുന്നതാണോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? തുടർന്ന് ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ മുന്നേ പറയണ്ടായിരുന്നോ, അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അടിച്ചേനെ, നല്ല ഫണ്ണായേനെ എന്നുള്ള കാര്യം പറയണ ശ്രുതി. തുടർന്ന് രവി പറയുന്നുണ്ട് കേട്ടോ, ശ്രീകാന്ത് വീട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പോൾ അതിന് തഴക്കമുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം. ശരിയാച്ച എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയണേ. അപ്പോഴേക്കും ചന്ദ്രമതിക്ക് ഈ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യണമല്ലോ. ചുമ്മാ കുഞ്ഞു കുട്ടികളെ പോലെ ഇവർ എന്തൊക്കെയല്ലേ ചെയ്യുന്നത്? നമുക്ക് അക്കാലത്ത് ഇതൊന്നും നടന്നില്ലല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ, ഓ അതാണ് ഇപ്പൊ പ്രശ്നം, മുകളിൽ നിനക്ക് ഞാൻ അങ്ങനത്തെ ഒരു ടെന്റ് ഉണ്ടാക്കി തരാം, അവിടെ പോയി കിടക്കുന്നോ നീ? ആ കാലത്ത് നടന്നില്ല പോലും. രേവതി, നീ പോയിട്ട് ചായ ഉണ്ടാക്കുന്ന പറയണേ. ശരി അച്ഛ എന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ശ്രുതി ഉള്ളിലേക്ക് കയറി പോകുന്ന സമയത്ത്, അല്ല ശ്രുതി എക്സസൈസ് ചെയ്യുന്നില്ലേ? മുകളിൽ മഴ വരുന്ന പോലെയുണ്ട്, നാളെ ചെയ്യാന്ന് പറഞ്ഞിട്ട് റൂമിൽ പോവാം. പിന്നെ അവൻ ചെയ്തത് തന്നെയെന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. തുടർന്ന് ശ്രീകാന്ത് വർഷയുടെ അടുത്ത് ടെന്റ് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറയാണ്. ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വർഷ അവിടെ നിന്ന് പോവാണ്. അവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ശ്രീകാന്തിന്റെ അടുത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ, അത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ റൂമും വിട്ട് തന്നിട്ട് ഞങ്ങൾ ഇന്നലെ തണുപ്പത്ത് കിടന്നു, നിങ്ങൾ മുകളിൽ പോയിട്ട് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കിടന്നുറങ്ങിയല്ലോ. അതമ്മേ അവള് പറഞ്ഞാന്നുള്ള കാര്യം പറയുമ്പോൾ, എല്ലാം അവളുടെ ഇഷ്ടത്തിന് വിടാതെ അവളുടെ വഴക്കങ്ങളൊക്കെ വേറെ പോലെ ആയിരിക്കും. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്ക്. നിന്റെ അച്ഛൻ ദേഷ്യപ്പെട്ടു പോയത് നീ കണ്ടില്ലേ? സച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയ പ്രശ്നമാക്കിയേനെ. ഇനിയെങ്കിലും കുറച്ച് നോക്കിയും കണ്ടൊക്കെ നടക്കടാ. ശരിയമ്മ എന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത്. തുടർന്ന് ചന്ദ്രമതി അവിടെ നിന്ന് പോവാണ്. ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്